ഒടുവിൽ കുറ്റസമ്മതം നടത്തി കോവിഷീൽഡ്. ആസ്ട്രാസെനിക എന്ന കമ്പനിയും ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നിർമ്മിച്ച കോവിഷീൽഡ് എന്ന വാക്സിനിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് ആസ്ട്രാസെനിക ഒടുവിൽ കുറ്റസമ്മതം നടത്തി. കോവിഡ് സമയത്ത് 1ഉം 2ഉം വാക്സിനുകൾ എടുത്ത അതേ കോവിഷീൽഡ്. കുറച്ചു കാലങ്ങളായി ആസ്ട്രാസെനിക കോവിഡ് വാക്സിന്റെ അപര്യാപ്തതയ്ക്കെതിരെ നിയമ പോരാട്ടം നേരിടുകയാണ്. ഈ കമ്പനിയുടെ വാക്സിൻ മൂലം ഒരുപാട് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേസ്. ഒടുവിൽ കമ്പനി ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വളരെ വ്യക്തമായി പറയുന്നു കോവിഷീൽഡിന് TTS എന്ന അവസ്ഥയുണ്ടാകുമെന്ന്. ഇനി എന്താണ് TTS? ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രം എന്ന അവസ്ഥയാണ്. രക്തം കട്ടപിടിക്കുന്നതും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതുമായ അവസ്ഥയാണ് ഇത്. ഒരു രക്തക്കുഴലിൽ രൂപം കൊള്ളുന്ന രക്തം കട്ടപിടിക്കുന്നത് ത്രോംബോസിസിന് കാരണമാകും. ശരീരത്തിലെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുമ്പോഴാണ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകുന്നത്. രക്തം കട്ടപിടിക്കുന്നതിനും അമിത രക്തസ്രാവം തടയുന്നതിനുമാണ് പ്ലേറ്റ്ലെറ്റുകൾ നമ്മെ സഹായിക്കുന്നത്. 2021 ഏപ്രിലിൽ ആസ്ട്രാസെനിക എന്ന കമ്പനിയുടെ വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം മസ്തിഷ്കത്തിൽ ക്ഷതമേറ്റ ജാമി സ്കോട്ട് എന്ന വ്യക്തിയാണ് ഈ കേസ് ആദ്യമായി തുടങ്ങുന്നത്. UK ഹൈക്കോടതിയിൽ നിയമപരമായി സമർപ്പിച്ച രേഖകളിൽ ഒടുവിൽ കമ്പനിക്ക് തന്റെ വാക്സിനിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് സമ്മതിക്കേണ്ടി വന്നു. ആസ്ട്രാസെനിക ഒടുവിൽ കുറ്റസമ്മതം നടത്തി. ഈ കുറ്റസമ്മതം നടത്തുമ്പോഴും കേസ് നിലനിൽക്കുമ്പോഴും നഷ്ടമാർക്ക്?